വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം അന്നത്തെ എപ്പിസോഡ് വന്നു കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി വലിച്ചു കിട്ടാതെ മാക്സിമം പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയും തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പാലക്കാട് നിന്ന് പോകുന്നു. ഇപ്പോൾ അതേ നമ്മൾ കോയമ്പത്തൂരേക്ക് എൻട്രി ചെയ്തേക്കുവാണ്. ഇതിവിടം ഈ റോഡ് ഇങ്ങനെ നേരെ എന്നിങ്ങിപ്പം ജോയിൻ ചെയ്യുന്ന ഉക്കടത്തോട്ടാണ്. ആ കാണുന്ന മല കണ്ടോ, അതിൻ്റെ മുകളിൽ വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്. അപ്പം നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആയേക്കുവാണ്. തമിഴ്നാട്ടിലേക്ക് വന്ന അന്നേരം തന്നെ നമുക്കിപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ആ ഒരു തമിഴ് ടച്ച് ഉണ്ട്. മൊത്തം അടുത്തടുത്ത് വീടുകളും അമ്പലങ്ങളും അങ്ങനെ. പിന്നെ ഈ ഹമ്പ്, അത് മെയിൻ കാര്യമാണ്. ഭയങ്കര ഹമ്പാണ്. അങ്ങനെ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഈ ബ്രസീലിലൊക്കെ കാണുന്ന പോലെ മൊത്തം ആ മല മൊത്തം ആ വെളുത്ത് കാണുന്ന മൊത്തം വീടുകൾ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയുണ്ട്. അങ്ങനെ നമ്മളിതേ ഉക്കടത്തെത്തി. ഉക്കടത്തെ ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ ഇനിയും ഉക്കടത്തുനിന്ന് നമ്മൾ ടൗൺ ഹാളിൻ്റെ ഇപ്പുറത്തൂടെ നേരെ ഗാന്ധിപുരം ചെന്ന് ചാടാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് ഉക്കടം മാർക്കറ്റ്. ഈ പോകുന്ന വഴിക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ഇന്ത്യൻ ഓയിലിൽ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അകത്തേക്കൊരു വഴിയുണ്ട്. അതാണ് ഉക്കടം മാർക്കറ്റിലേക്ക് പോകുന്ന വഴി. അങ്ങനെ നമ്മൾ ഉക്കടം ടൗണിൽ വന്നേക്കുവാണ്. ഇപ്പം കാണുന്നുണ്ടോ, അതൊരു തലശ്ശേരി റെസ്റ്റോറൻ്റാണ് മലയാളീസിൻ്റെ. നമ്മളൊക്കെ അവിടെ നിന്നാണ് ഇടയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തായാലും നമ്മൾ ഗാന്ധിപുരം ചെല്ലുന്നവരെ നല്ല ബ്ലോക്കായിരിക്കും. അത് മാത്രമാണ് ഒരു പ്രശ്നം. നോക്കാം നമുക്ക് എന്തായാലും. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് വേണ്ട നമ്മുടെ പച്ച തമിഴ്നാടൻ ബസ്. ഇതൊരു നൊസ്റ്റാളജി ഫീല് തന്നെയാണ് കേട്ടോ. പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പൊട്ടിപ്പൊളിഞ്ഞ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പം നമ്മളിപ്പം നേരെ ഗാന്ധിപുരം, അവിടെ നിന്ന് നേരെ ഊട്ടിക്ക് പോകാനാണുള്ള പ്ലാനാണ്. ഇപ്പം ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പയ്യെ എത്തുമ്പോൾ ഒരു സമയമാവും. അങ്ങനെ നമ്മളിതേ ഉക്കടത്തുനിന്ന് വന്ന് ഗാന്ധിപുരത്തേക്ക് എൻ്റർ ആവാനുള്ള റൗണ്ട് ബ്രിഡ്ജ് കയറിയേക്കുവാണ്. ഇതിങ്ങനെ ഈ ബ്രിഡ്ജ് അങ്ങോട്ട് കയറി അപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിനാശി റോഡ് കിട്ടും. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ ഗാന്ധിപുരമാണ്. നമ്മൾ ഗാന്ധിപുരത്തോട്ടാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ് ഗൈസ്. എന്നാന്നറിയത്തില്ല, എന്നെ ഒരുമാതിരി വളരെ ക്രൂരമായി നോക്കുന്നു. ചിലപ്പോൾ ഈ ഹെൽമെറ്റും ഇതൊക്കെ വെച്ചിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. എന്തോ അത് നമ്മുടെ മാറ്ററല്ല. എന്നാലും എന്തിനായിരിക്കും അങ്ങനെ നോക്കിയത്? എന്തേലും ആവട്ടെ. അപ്പം നമ്മൾ നേരെ ഗാന്ധിപുരത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി ലെഫ്റ്റ് കട്ട് ചെയ്തു. ഇനിയിപ്പം ഇവിടെ നേരെ ഗാന്ധിപുരം. ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൊത്തം മെക്കാനിക്കൽ ഐറ്റംസ് കിട്ടുന്ന, ടൂൾസൊക്കെ കിട്ടുന്ന കടകളാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടു നിന്നൊക്കെ വന്ന് നമ്മുടെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇവിടുത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല സാധനവും ഒക്കെ കിട്ടും. നല്ല പ്രൈസിൽ കിട്ടും. വലിയ വിലയൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ 5000 രൂപയുടെയൊക്കെ പ്രഷർ വാഷറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ 10,000-3000 കിട്ടും. അങ്ങനെ നമ്മൾ എൻ്റെ ഗാന്ധിപുരം വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുത്തെ ഒരു സിഗ്നലും കൂടി ഉണ്ട്. ആ സിഗ്നൽ ഏതാണ്ട് 120 സെക്കൻഡ്സ് ഏതാണ്ടാണ് നമുക്ക് വരുന്നത്. നോക്കാം, അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ വിട്ടു പോവാം. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഊട്ടിയിലേക്കുള്ളതൊക്കെ ബസ് സ്റ്റാൻഡുള്ളത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഊട്ടിയിലേക്കൊക്കെ പോകാനുള്ള ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്കും ഒക്കെ പോകാനുള്ള വണ്ടികൾ വരുന്നത് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത്. മുകളിൽ കാണുന്ന ഓവർ ബ്രിഡ്ജ് ആട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. നമ്മുടെ കേരളത്തിലോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡ് അപ്പുറത്തെ സൈഡിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ.
പിന്നെ ഇവിടെ നേരെ ചെല്ലുന്നിടത്താണ് നമ്മുടെ ടൗൺ ഹാൾ, അതായത് ടൗൺ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, ഗാന്ധിപുരം. അവിടെയാണ് ഈ ഗാന്ധിപുരം നമ്മുടെ കോയമ്പത്തൂർ ലോക്കലിലേക്കെല്ലാം പോകാനുള്ള ബസ്സുകൾ കിട്ടുന്നത്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ ടൗൺ സ്റ്റാൻഡിൽ വന്നാണ് കയറുന്നത്. അതും നമ്മുടെ ഈ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ്, കാണാൻ പറ്റുമായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ബോർഡ് അവിടെ കാണാൻ തോന്നുന്നു. നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ എന്തായാലും. അപ്പോൾ ഗൈസ്, തിരക്കൊക്കെ ഒഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു ഗ്രാമത്തിലോട്ട് കയറിയേക്കാണ്. കുറേ പശുവിനെയും കൊണ്ടൊക്കെ ഒരു അമ്മ പോകുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഫുള്ള് നമുക്ക് കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇതാണ് മൊത്തം തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് അങ്ങ് മലയൊക്കെ കാണാം. നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇതുണ്ട് ഈ സൈഡ് മൊത്തം, ഈ രണ്ട് സൈഡ്. ഇവിടുത്തെ മണ്ണിന് പ്രത്യേകമുണ്ട്, കറുത്ത മണ്ണാണ്. നമ്മുടെ അവിടുത്തെ പോലത്തെ ഒരു മണ്ണേ അല്ല. ഇപ്പം വളക്കൂറ് കൂടുതലുള്ള മണ്ണായതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സോയിൽ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം മൊത്തം കിളച്ചിട്ടേക്കുവാണ്. മേ ബി എന്തെങ്കിലും കൃഷിക്കായിരിക്കും. ഇനി അതിനെപ്പറ്റിയൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 1-2 ടൗണും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി റോഡ് ഡയറക്റ്റ് കിട്ടും. അപ്പം ബാക്കി കാഴ്ചകൾ കാണാം. കിട്ടും. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടിയ 8ൻ്റെ പണി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും തംബ്നെയിലും ഫസ്റ്റ് 2 ഞാൻ ഷോട്ട് ഇട്ടായിരുന്നു. കൃഷിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് ഈ പോകുന്ന വഴിക്ക്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയതാണ്. അത് സ്പീഡോ കാര്യങ്ങളോ ഒന്നും കാരണം പറ്റിയതല്ല. ഒരു സാഹചര്യത്തിൽ എന്തോ അറിയത്തില്ല. 2 സൈഡും മൊത്തം മരവും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് മലയൊക്കെ കാണാം. ഈ ഒരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണാമായിരിക്കും നിങ്ങൾക്ക്. ഇതുണ്ട്, ഇതൊരു ക്രോസ് വരുന്ന റെയിൽവേ ട്രാക്കിൻ്റെ ക്രോസാണ്. ഈ പോകുന്ന നേരെ ഊട്ടിക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങി മേട്ടുപ്പാളയത്തു നിന്ന് തുടങ്ങി നേരെ ഊട്ടി പോകുന്ന റെയിൽവേ ട്രാക്കാണ് കാണുന്നത് കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി റെയിൽവേ ട്രാക്കൊക്കെ കാണാൻ പറ്റും. ട്രെയിൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം നമുക്ക്. അപ്പം നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ റൂട്ട് തുടങ്ങിയത് നമുക്ക് ഇത് കണ്ടോ, ഈ കാണുന്ന മൊത്തം തെങ്ങും കവുങ്ങുമാണ്. ഫുള്ള് തെങ്ങും കവുങ്ങിൻ്റെയും തോട്ടം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല വലിയ മരങ്ങളുണ്ട്, തണൽ മരം പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ചെക്ക് പോസ്റ്റ് കിട്ടും. ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ അങ്ങോട്ട് 2-3 ബ്രേക്കറൊക്കെ സ്പീഡ് ബ്രേക്കറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഊട്ടി പിടിക്കാം. നമ്മളങ്ങനെ ഒന്ന് വണ്ടി നിർത്തിയേക്കുവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വരുന്ന ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കിന് പോലീസുകാർ നമ്മളെ കൊണ്ട് നിർത്തി നമ്മുടെ ബാഗൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ തോന്നുന്ന റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഊട്ടി ചെന്നാൽ 5 ലിറ്ററിൻ്റെ വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ, ചെറിയ കുപ്പി ഒന്നും കിട്ടുകയില്ല. വണ്ടിയൊക്കെ ഇവിടെയുണ്ട്. അവനവൻ്റെ ലഗേജൊക്കെ ഒന്ന് ഊരി കെട്ടുവാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ടൈറ്റ് ചെയ്തതാണ്. കാണുന്നതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെക്ക് പോസ്റ്റ്. ഇത് ആ കാണുന്നതൊക്കെ ഊട്ടി ഭാഗങ്ങളാണ്. ആ മലയെല്ലാം കയറി വേണം, നമ്മൾ ഹെയർ പിന്നെല്ലാം കഴിഞ്ഞ് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം നമുക്ക് പോവാം, ബാക്കി ഇനി പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ക്രിസ്റ്റി കുറേ നേരമായിട്ട് അവൻ്റെ ലഗേജ് കെട്ടാൻ നോക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. അപ്പം ഇനിയിപ്പം ഊട്ടി പോകുന്ന കാഴ്ചകളും കാണാം, ഊട്ടി ചെന്നിട്ടുള്ള കാഴ്ചയും കാണിച്ചു തരാം.
അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഹെയർ പിൻ വളവ് കിട്ടിയേക്കുകയാണ്. ഇത് കണ്ടോ, അതങ്ങോട്ട് കയറി ഉടനെ നമ്മുടെ സ്വന്തം KSRTC ആനവണ്ടി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നല്ല മഴ കിട്ടി. നിങ്ങൾ കഴിഞ്ഞ വിഷ്വൽസ് കണ്ട് കാണും. നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ. തീരെ മഴയില്ലായ്മ ഒന്നുമില്ല, നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റൈഡ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആണ്. നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൊള്ളാം, എന്തായാലും കൊള്ളാം. നല്ല തണുപ്പുമുണ്ട് കേട്ടോ. ഇവിടുന്നേ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോളിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആവുമെന്ന് ആർക്കറിയാം. എന്തായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, അതാണ് മെയിൻ കാര്യം. പിന്നെ കൊള്ളാം എന്തായാലും. കഴിഞ്ഞ എപ്പിസോഡിലാണേലും എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തിൽ മെയിനായിട്ട് എന്നോട് പറഞ്ഞാണ് ഒത്തിരി ബൈക്ക് ഓടിക്കുന്ന മാത്രം വിഷ്വൽസാണ്, വേറൊന്നുമില്ല. എന്ത് ചെയ്യാനാണ്, ഞാൻ ഇത്തവണത്തെ വ്ളോഗ് ഫുള്ള് ഞാൻ ഇങ്ങനെ ബൈക്ക് റൈഡിങ് തന്നെ എടുത്തേക്കുന്നത്. പിന്നെ അടുത്ത ഒരു എപ്പിസോഡും കൂടിയും കാണും. ആ എപ്പിസോഡിൻ്റെ അകത്ത് ഞാൻ മാക്സിമം അവിടുത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ 2-3 വീഡിയോസും കൂടി ഇടണമെന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു പഴയ ഇരുമ്പ് പാലമാണ് കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, നേരത്തെ തൊട്ടേ ഇവിടെയുള്ള ഒരു പാലമാണ്. സോ ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് വളവ് തിരിഞ്ഞപ്പം ആ കാർ എന്തോ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തോ എനിക്ക് തോന്നുന്നു സ്കിഡായതോ എന്താണ്, താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മഴ സമയത്തൊക്കെ ഹൈ റേഞ്ചൊക്കെ ഓടിക്കുന്നവർ, ഹെയർ പിന്നുള്ളിടമൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ടെറൈൻസി ഓടിക്കുന്നവർ കുറേയും കൂടി സൂക്ഷിച്ച് ഓടിക്കുക. ഇപ്പം ഈ വീഡിയോയ്ക്കകത്താണെങ്കിൽ തന്നെ നമുക്ക് അടുത്ത ഇനിയിപ്പം ക്രിസ്റ്റിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന വിഷ്വലുണ്ട്. അത് നമ്മുടെ ഭാഗത്തെ തെറ്റല്ല, അതൊക്കെ വരാമെന്നാണ് റൈഡിങ്ങിൻ്റെ ഇടയിൽ. എങ്കിലും എല്ലാവരും മാക്സിമം സേഫായിട്ട് സൂക്ഷിച്ച് റൈഡിങ് ഗിയേഴ്സൊക്കെ യൂസ് ചെയ്ത് ഓടിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പം ഇവിടെ ഒന്ന് നിർത്തി. ഈ സ്ഥലം കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. മുകളിലോട്ടും ഫുള്ളും മഞ്ഞാണ്, നല്ലൊരു വളവാണ്. അവിടെ തന്നെയാണ് കൊണ്ട് നിർത്തിയത്. നമുക്ക് നിർത്താൻ ഇടയുള്ളതുകൊണ്ട്, സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. നിങ്ങൾക്ക് കാണാം, നല്ലൊരു ബെൻഡാണ്. സോ ഞാൻ ഇത് കണ്ടോ, മൊത്തം മാപ്പൊക്കെ ഇട്ടാണ് വണ്ടിയെ പോകുന്നത്. നമുക്ക് വഴിയൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ലല്ലോ. ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോൺ തന്നെയായിരിക്കും. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം. വണ്ടി രണ്ടും ഇവിടെ ഇരിപ്പുണ്ട്, അതുണ്ടോ, അവിടെ നിന്ന് എന്തോ ഒഴുകി വരുന്ന പോലെ ഒരു ഫീലാണ്. കൊള്ളാം, മഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് വണ്ടി രണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. ചെളിയാണ് ഫുള്ള്, ചെളി മഴ. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങൻ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുമുണ്ട് അമ്മയുണ്ട്. അപ്പം നമ്മളിങ്ങനെ നിന്നപ്പോൾ ഇത് കണ്ടോ, ഒരു കുരങ്ങ അതിൻ്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്പോട്ടും ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ അവിടെ ആദ്യം നിർത്തിയെടുത്തുനിന്ന് പിന്നെയും ഫ്രണ്ടോട്ട് വന്നപ്പം കണ്ടപ്പം നിർത്തിയത് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഈ പോകുന്ന ഈ റൈഡ് തന്നെ മതി നമുക്ക്. ഊട്ടി പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ റൈഡ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് ആ വഴിയൊക്കെ കണ്ടോ, ആ സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ്, ഈ സൈഡ് ഫുള്ള് മലയും മഞ്ഞും ഒക്കെ ആയിട്ട്. അവനിവിടെ നിൽപ്പുണ്ട്, അവൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതുണ്ടോ, ഈ പോകുന്ന വഴിക്കാണ്
നമുക്ക് ആക്സിഡൻറ്റ് പറ്റുന്നു. നമുക്ക് കാണാം, വിഷ്വൽസ് കണ്ടോളൂ. എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചാൽ ആ കുരങ്ങൻ വട്ടം ചാടി സംഭവിച്ച ആക്സിഡൻറ്റ്. ഒന്നും പറയാനില്ല. പിന്നെ ഈ ലോറിച്ചാട്ടനൊക്കെ നിർത്തി തന്നുകൊണ്ട് വലിയ ഉപകാരമായി. അതുകൊണ്ട് ആ ബൈക്കേട്ടനെ നിർത്തി പുള്ളിയും സഹായിച്ചു കേട്ടോ. വണ്ടിയൊക്കെ ഓൾറെഡി ഓഫായി. ബാക്കി കണ്ടോളൂ. എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞാണ് കിട്ടിയ 8ൻ്റെ പണി. വണ്ടിയുടെ ഹാൻഡിലൊക്കെ ബെൻഡായി. വേറെ അവനൊന്നും പറ്റിയിട്ടില്ല, അത് തന്നെ വലിയ കാര്യം. ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ ഒന്ന് ബെൻഡായി. പിന്നെ ലിവറൊക്കെ ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്. ഒരു കുരങ്ങൻ വട്ടം ചാടിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗൈസ്, നമ്മൾ മാക്സിമം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഇതിപ്പം നമ്മൾ സ്പീഡിൽ പോയിട്ടോ ഇങ്ങോട്ട് വന്നോ ആരും ഇടിച്ചോ ഒന്നുമല്ല, ടൈമാണ് ഇതൊക്കെ. ആ കുരങ്ങനല്ലേ പിന്നെ എന്തോരം നേരം വണ്ടിയില്ലാത്തപ്പം ചാടായിരുന്നു. കറക്റ്റ് അവൻ വരുകയും ആ കാറ് പോയി കറക്റ്റ് ആ കുരങ്ങൻ വന്ന് കയറി. അത് എനിക്ക് കിട്ടേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ അവന് മുമ്പേ പൊക്കോണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ഈ ക്യാമറ ഓണാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് മിററിൽ നോക്കിയ ടൈമിൽ അവൻ കയറിപ്പോയി. ആ ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് റൈഡൊക്കെ ചെയ്യുക. പിന്നെ ആൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, അത് തന്നെ വലിയ സന്തോഷം നമുക്ക്. വലിയ റൈഡിന് നമ്മുടെ ഇപ്പം ഇവിടം കൊണ്ട് മേ ബി നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നേനെ. അപ്പം നമ്മൾ അങ്ങനെയൊന്നും വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നമ്മളിപ്പം റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഇനി ഇപ്പം പോവാന്നേ ഉള്ളൂ. എല്ലാവരും അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഒന്ന് വണ്ടി ഓടിക്കുക, അല്ലേ ഇതുപോലൊക്കെ ഇരിക്കും. എത്ര സൂക്ഷിച്ചാലും വരാനുള്ള വരും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ നമ്മുടെ എപ്പിസോഡ് 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ആ 8ൻ്റെ പണി ആക്സിഡൻ്റൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയി ഒരു റൂമൊക്കെ എടുക്കണം. അപ്പം ഞാൻ അടുത്ത ഒരു 3rd പാർട്ടും കൂടിയും ഇതിൻ്റെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൂടുതലും ഞാൻ റൂമിനെ പറ്റിയും പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തിടവും ഫുഡും ഒക്കെ കാണിക്കാം. അധികം പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല മഴയാണ്, അവിടെയും നല്ല മഴയായിരിക്കും. സോ നമുക്ക് നോക്കാം. ഇനിയിപ്പം അടുത്ത കാണുന്ന ഒരു ചായക്കട നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ. നമ്മൾ താഴെ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ തുടങ്ങിയ റൈഡാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. ജസ്റ്റ് ആ ഇടയ്ക്കുണ്ടായ ആ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.